ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെള്ളനാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചെറുനാരങ്ങ എടുത്ത് ആവിയിൽ വേവിച്ച് 4 കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്കൊരു സ്പൂണ് കടുകിട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പം അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടി അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ചീരാമുളകും ഒരു 5-6 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. മുളകും പൊടി ഇടാത്തത് കൊണ്ട് എരിവിന് ആവശ്യത്തിനായ പച്ചമുളകൊക്കെ ഇട്ട് നന്നാക്കി ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് എടുത്ത് വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കട്ടോ. നാരങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നാരങ്ങ ആവിയിൽ വെച്ച് വേവിച്ചതായതിനെ കൊണ്ട് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 സ്പൂണ് കായപ്പൊടിയും 1/2 സ്പൂണ് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടോ. ഉലുവ നന്നായിട്ട് വറുത്ത് പൊടിച്ചതിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നാരങ്ങ ഇളക്കി നന്നായിട്ട് ചൂടായി വരുമ്പം കുറച്ച് വെള്ളം ഇറങ്ങി വരും നാരങ്ങയിൽ നിന്ന്. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള സുർക്ക ഒഴിച്ച് കൊടുക്കാം. എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 3 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നാരങ്ങ വേവിച്ചതായതിനെ കൊണ്ട് കൂടുതലായിട്ടൊന്നും തിളപ്പിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫാക്കാം. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ വെള്ള നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.